ഹലോ ഫ്രണ്ട്സ്, തമ്മിൽ കണ്ടതുപോലെ വർഷാവസാനം സെല്ലോ ടേപ്പ് തീർന്നാൽ എന്താ സംഭവിക്കുക? ഫയറാണ് മക്കളെ, ഫയർ. എങ്ങനെയുണ്ട്? ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഒറ്റയടിക്കിന് സക്സസ് ആയിട്ടോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങളെ കുഞ്ഞാവയ്ക്കും സന്തോഷമായി എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ഡെക്കോറും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കണ്ടു വയ്ക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതേപോലൊരു സെല്ലോ ടേപ്പ് തീർന്നിട്ടുള്ള ആ ഒരു പേപ്പർ റോളാണ്. അപ്പോൾ ഒരുപാട് കട്ടിയുള്ളൊരു പേപ്പർ റോളൊന്നും അല്ല കേട്ടോ ഇത്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു സ്ക്രാപ്പ് ബുക്കിൻ്റെ യെല്ലോ കളറിലുള്ള പേജാണ്. അപ്പോൾ ആ ഒരു പേജിലേക്ക് സെല്ലോ ടേപ്പിൻ്റെ ഈ ഒരു റോളർ വെച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഹാപ്പി ന്യൂ ഇയർ എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള സ്കെച്ച് പെൻസ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി കൊടുത്തിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ കളറിലും ഗ്രീൻ കളറിലാണ് 2025 എന്നുള്ളത് എഴുതി കൊടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് സ്റ്റാർസും കൂടി ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഓറഞ്ച് ആൻഡ് മജന്ത സ്കെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എഴുത്ത് പരിപാടികൾ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ഗമ്മ് യൂസ് ചെയ്തിട്ട് ആ ഒരു പേപ്പർ റോളർ ഈ ഒരു പേപ്പറിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആവട്ടെ, അതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ വേഗം ചെയ്യുന്നൊരു കുട്ടി ക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് ഉണങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. വേഗം തന്നെ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് വേണ്ടത് ഇതിൽ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ ടിഷ്യൂ പേപ്പർ ആട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒറ്റ ലെയർ മാത്രം നമുക്ക് മതി. ഇനി ഈ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേപ്പർ റോളിലേക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തരം വർക്കുകൾക്ക് ഇതുപോലുള്ള ഗമ്മ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. മാക്സിമം ചുളിവുകളില്ലാത്ത രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊന്ന് കമഴ്ത്തി വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കൈ പ്രസ് ചെയ്തിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പർ കീറരുത് കേട്ടോ. അപ്പോൾ പയ്യെ വേണം ഈ ഒരു കട്ടിങ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ടുള്ള ആ ഒരു ഗ്ലിറ്റർ സെല്ലോ ടേപ്പ് ഇതിന് ചുറ്റായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഗ്ലിറ്റർ ടേപ്പിന് വീതി കുറവായതുകൊണ്ട് ഇതുപോലെ 2 ലെയറായിട്ടാണ് റൗണ്ട് ഷേപ്പിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു സ്ക്രാപ്പ് ബുക്കിലെ പേപ്പർ തന്നെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്ലിറ്റർ എഫക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, ബർത്ത്ഡേ വിഷസും ആനിവേഴ്സറി വിഷസൊക്കെ എഴുതി കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ കത്തിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ എപ്പോൾ തീപ്പെട്ടി ഉറച്ചാലും ഒറ്റ ടേക്കിന് ഇതുവരെയും ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ടേക്കിന് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇത് കത്തിക്കേണ്ടത്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, അടിയിൽ നിന്ന് മുകളിലേക്ക് നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ടത് ആ ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കത്തി മാറുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്കൊരുപാട് ഇഷ്ടമായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഞാൻ ഈ ഒരു കത്തിച്ചത് എൻ്റെ മക്കൾ ക്ലാസ് വിട്ട് വന്നതിന് ശേഷം കേട്ടോ. അപ്പോൾ അവർക്കും കൂടി കാണാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ കത്തിച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു സംഭവം ഞാനൊരു കുഞ്ഞ് ഡെക്കോറാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പേപ്പർ റോളിൻ്റെ ചുറ്റിനും ഗമ്മും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കമഴ്ത്തി വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അത് സ്റ്റിക്കായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സംഭവം ഓർത്തത്, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ബീഡ്സോ അല്ലെങ്കിൽ കുറച്ച് ഗ്ലിറ്റർ പേപ്പേഴ്സൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. നമ്മളെപ്പോഴും റീയൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ വേസ്റ്റൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗിഫ്റ്റ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഗ്ലിറ്റർ പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പേപ്പർ കുരുകുരുന്ന് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പകരം തെർമോക്കോൾ ബീഡ്സോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഞാൻ ഗം അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു
ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കുട്ടികളുടെ ടോയ്സ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാട്ടോ. ഇതിന് പകരം നമുക്ക് OHP ഷീറ്റും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നാലാണ് ആ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കിലുക്കം തോന്നിക്കുന്ന ടൈപ്പ് ഐറ്റംസ് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ കുഞ്ഞു ആളുകൾക്ക് കളിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മുകൾ ഭാഗം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ബീഡ്സോ അതല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലിറ്റർ ടേപ്പുകളോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഭംഗി ഉണ്ടാകുന്നത് നമ്മൾ ബീഡ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അത് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലിറ്റർ ടേപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ ക്രാഫ്റ്റും എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം തരികയാണ്. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പോയ വർഷത്തിലുണ്ടായിട്ടുള്ള എല്ലാ ബാഡായിട്ടുള്ള കാര്യങ്ങളും വിട്ടുകളയുക. നമുക്ക് പുതിയൊരു വർഷം പിറക്കാണ്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ.